ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം മുടക്കും എന്ന പ്രഖ്യാപനവുമായി ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രാവിലെ രംഗത്ത് വന്നു. പക്ഷേ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം പുരോഗമിക്കുന്നു. അതിലേക്ക് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മനസ്സ് നിറയുന്ന, കണ്ണ് നിറയുന്ന കാഴ്ച നമ്മുടെ ആശുപത്രികളിൽ എല്ലാ ദിവസവും ഇതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിൽ എത്രയോ പേരാണ് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ് വാങ്ങാനായി എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾക്ക് നോക്കാവുന്നതാണ്. ഷമ്മി, വയറെറിയുന്നവരുടെ മെഴി നിറയാതിരിക്കാനുള്ള ഡിവൈഎഫ്ഐയുടെ കരുതൽ അതാണ് ഈ കാണുന്നത്. അല്പം മുമ്പ് വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് ഏറ്റുവാങ്ങാനായി വരുന്നവർ ഒട്ടേറെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പൊതിച്ചോറ് വിതരണം എന്നതാണ്. കഴിഞ്ഞ 17 വർഷമായി ഡിവൈഎഫ്ഐയുടെ ഈ കരുതൽ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഇന്ന് പൊതിച്ചോറ് വിതരണമാണെങ്കിൽ ഇനി ഓണക്കാലത്തൊക്കെ ഓണസദ്യ വരെ ഡിവൈഎഫ്ഐ ഇവിടെ ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്താറുണ്ട് എന്നുള്ളതാണ്. ഈ സേവനത്തെയാണ് ആരോഗ്യമന്ത്രി എതിർക്കാൻ നോക്കിയത്, തടയാൻ നോക്കിയത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം അനുവദിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നത് കാണുകയുണ്ടായി. പക്ഷേ അതൊന്നും ഇവിടെ ആരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പതിവ് പോലെ തന്നെ ഡിവൈഎഫ്ഐ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ചത് തരാൻ മനസ്സുള്ളവരിൽ നിന്ന് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് ശേഖരിക്കുന്നു, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ എത്തുന്നവർക്ക് ആ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ഒരു 12 മണി 12:30 സമയത്താണ് ഈ പൊതിച്ചോറ് കിട്ടി. സന്തോഷമായോ? സന്തോഷമായി. ഇത് സാധാരണ ഇങ്ങനെ എല്ലാ ദിവസവും കിട്ടാറുണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ആണ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ മന്ത്രിയൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. വലിയ സഹായമാണ്. ഒരുപാട് ജനങ്ങൾ ഇവിടെ കടകളൊന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഈ ആശുപത്രിയിൽ വന്ന് കിടക്കുന്നതല്ലേ, അതെ, ഒരു കടയില്ല സാറേ. ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് വലിയ 100 ഗുണമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒരു ചായ വരെ നമുക്ക് ഈ പരിസരത്ത് കിട്ടും. കടകളൊന്നുമില്ല. വലിയൊരു സഹായമാണ്. അതെ അതെ അതെ. പിന്നെ 100% എല്ലാ ദിവസവും അങ്ങനെ കിട്ടാറുണ്ടല്ലേ? കിട്ടാറുണ്ടല്ലേ. ഇത് സാധാരണ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ എരൂർ നോർത്ത് കമ്മിറ്റിയാണ് അല്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഏത് ഘടകമാണ്? ഞങ്ങൾ തൃപ്പൂണിത്തുറ ബ്ലോക്ക് എരൂർ നോർത്ത് മേഖലാ കമ്മിറ്റി. എല്ലാം കഴിഞ്ഞ 17 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിപ്പോൾ ഒരുപാട് പേര് ഇന്ന് വന്ന് വാങ്ങിപ്പോയല്ലേ? അതെ അതെ, ഒരുപാട് പേര് ഇനി വരാനുണ്ട്. ഇനി വരാനുണ്ട്. നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനി വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ശരാശരി ഒരു ദിവസം 10,000-ഓളം അല്ലേ? 1500 പൊതിയോളം മേളിൽ നമ്മളിന്ന് കൊണ്ടുവന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ ഏത് സമയത്താണ് ഇങ്ങനെ നമ്മൾ ശേഖരിക്കാൻ തുടങ്ങുന്നത്? എപ്പോഴാണ്? നമ്മളെ ഏകദേശം ഒരു 8 മണി, രാവിലെ 8 മണി മുതൽ നമ്മൾ ശേഖരിച്ചു തുടങ്ങും. ഒരു 10 മണിയോട് കൂടി നമ്മൾ പ്രധാന കേന്ദ്രത്തിലെത്തിയിട്ട് അവിടെ നിന്നാണ് ഒരുമിച്ച് കൊണ്ടുവന്നത്. അതിനിയും ആളുകൾ എത്ര വന്നാലും കൊടുക്കാനുള്ള ഇതുവരെ ചോദിക്കാം. ഇതുവരെ ആർക്കും മടങ്ങിപ്പോണ്ടില്ല. അങ്ങനെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാണ്ടിരിക്കാനും ഡിവൈഎഫ്ഐ ശ്രമിക്കും. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ ഇന്നും വന്നിട്ടുണ്ട്. ഇത് തടയും, എങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറ്റും തോന്നണില്ല. കാരണം ഒരുപാട് പേർക്ക് ഇത് വലിയ ഉപകാരപ്രദമായ കാര്യം ചെയ്യാനാണ്. പിന്നെ അത് തടയാന്നുള്ളത് ജനങ്ങൾ സമ്മതിക്കും തോന്നണില്ല. അതെ, കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും എന്നാണ് പറയുന്നത്. പക്ഷേ തുടങ്ങട്ടെ, അതുവരെ ഇത് തുടരാന്നുള്ളത്. അതെ, അത് തുടങ്ങട്ടെ, തുടങ്ങി കാണിക്കട്ടെ, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കട്ടെ. അതിനുശേഷം നമുക്ക് നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാം. അതാണ് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാണിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ അത് തുടങ്ങട്ടെ, തുടങ്ങിയതിന് ശേഷം ഇത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ. ഉമേഷ്, നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന് തന്നെ നമ്മൾക്ക് അവരോട് പറയേണ്ടതുണ്ട്. അവരുടെ ഒരു പ്രതികരണം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ വയറ് എരിയാതിരിക്കാൻ, അവരുടെ കണ്ണ് നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ എടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഒരു മനുഷ്യനിൽ നിന്ന് 5 രൂപ പോലും പിരിവ് വാങ്ങാതെയാണ് സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ 10,000-കണക്കിന് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് എന്ന വസ്തുത കൂടിയുണ്ട്. എല്ലാ വീടുകളിലും എത്തി അവിടുത്തെ അമ്മമാർ കെട്ടുന്ന പൊതിച്ചോറ് വാങ്ങി ഈ നാട്ടിലെ ആവശ്യമുള്ള മനുഷ്യന് വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സത്പ്രവർത്തി നടക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന് എത്രമാത്രം ഭൂഷണമാണ് എന്ന് അവരോട് ചോദിക്കേണ്ടതുണ്ട്. ഉമേഷ്, ഷമ്മി, ഇവിടെ വന്ന് വാങ്ങുന്നത് തന്നെ അതിനുള്ളൊരു മറുപടിയാണ്, ആരോഗ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. ഒരു തരത്തിലും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ എപ്പോൾ വന്നാലും ഈ ഭക്ഷണം നേരിട്ട് വാങ്ങാൻ കഴിയുന്ന തരത്തിലാണ്
ചേച്ചി ഭക്ഷണം സന്തോഷമായി എങ്ങനെ ഈ സമയത്ത് കിട്ടുന്നതിന് വലിയ ഉപകാരമാണ്. അതെ 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 മോനെ രാജ്യസ്വത്തിൽ ഇപ്പോൾ അവിടെ എണീക്കാൻ പറ്റാത്ത ഒരു പയ്യൻ അവിടെ കിടക്കേണ്ടി എണീറ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എണീറ്റ് വരാൻ പറ്റാതെ ഇത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ. ഈ ആരോഗ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ ഡിവൈഎഫ്ഐ സംഘടനയിൽ നിന്ന് ഇവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിർത്തി മോനെ അതല്ല ഞങ്ങളുടെ പറഞ്ഞത് ഭക്ഷണ സാധനം കൊടുക്കുന്നതിന് ആരെങ്കിലും തടസ്സപ്പെടുന്നത് ഏത് മന്ത്രിയല്ല പ്രധാനമന്ത്രി ആയാലും ആരായാലും എന്താ ഭക്ഷണമല്ലേ ഇത്. കാര്യമില്ല. രാഷ്ട്രീയം ഇതിനകത്ത് ഒരിക്കലും നോക്കരുത്. നമ്മളെല്ലാവരും വിശപ്പിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ബേസിൽ ഇവർ ചെയ്യണമെന്ന് മാത്രമുള്ളൂ, അല്ലാതെ അവരൊന്നും തെറ്റി പറയരുത്. ഇത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ്. നമ്മളൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നത്. അതിന്ന് ഈ മെഡിക്കൽ കോളേജിൽ കാരണം എത്ര രൂപയുടെ മരുന്നാണ് ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കണമെന്ന് അറിയാമോ? ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൺസെഷൻ നമുക്ക് കിട്ടില്ല മരുന്നിൻ്റെ കാര്യത്തിനും ഒന്നിനും. അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ചെയ്യണ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ആരോഗ്യമന്ത്രി പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവർ പലതും പറയും. അവർക്ക് പുറത്തേക്ക് വന്നില്ല. ജനങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഇത് ലൈവായിട്ട് കണ്ടാലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ചാനലിലൊക്കെ ഒന്നിന്ന് പലതും പറയാലോ. ഇവർക്ക് എന്തുകൊണ്ട് അസുഖം വരുമ്പോൾ വിദേശത്ത് പോകണം? എന്തുകൊണ്ട് പോകണവർക്കൊക്കെ ഇത് വലിയൊരു ഗുണം തന്നെയാണ്. എല്ലാം ഇത് പാർട്ടി ബേസിലല്ല. മുരളി മകന്റെ മരുമകൻ ഡോക്ടറാണ്. അവരെയൊക്കെ ചികിത്സിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരും ഭക്ഷണം മാത്രമല്ല ബ്ലഡും കൊടുക്കണ്ടല്ലോ. അതെന്ത് രക്തം കൊടുക്കണ്ടല്ലോ. അപ്പൊ ഭക്ഷണത്തിൽ അങ്ങനെ രാഷ്ട്രീയം ഇല്ല. ഒന്നിനും രാഷ്ട്രീയമില്ലല്ലോ. ബ്ലഡിൽ രാഷ്ട്രീയമുണ്ടോ? എല്ലാവർക്കും എന്റെ ബ്ലഡ് തന്നെ ഞാൻ ജോലി കൊടുക്കണം. രാഷ്ട്രീയക്കാരനായിട്ടല്ല നമ്മൾ വന്ന് പെട്ടുപോണതാ. അതിന്ന് രാഷ്ട്രീയം പറയണവന്മാര് മണ്ടന്മാരാ, മണ്ടത്തരാണ് കാണിക്കണത്. നമ്മളെ ആര് സഹായിക്കുന്നോ? ഒരു കാരണവശാലും ഇത് മുടക്കുന്ന ഒരു സമീപനം സാറൊക്കെ ദയവായിട്ട് കാണണല്ലേ. ഉമേഷ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്ത് ആ വാക്കുകൾ? രാഷ്ട്രീയം എന്ത് മതം അവിടെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ മന്ത്രിമാര് അവിടെ ഇരുന്ന് പലതും പറയാം. അവരൊന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ല. മന്ത്രി ഇന്ന് പറഞ്ഞത് ഇത് തടയും എന്നൊക്കെ രീതിയിൽ അദ്ദേഹം തടയട്ടെ. മന്ത്രി പറഞ്ഞാൽ ഞങ്ങളുണ്ടാകും തീർക്കാനായിട്ട്. ഞങ്ങൾ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്ന് പറയാം. എവിടെയാണെങ്കിലും ചെന്ന് പറയാം. ഒരു നേരത്തെ മനുഷ്യന്റെ ഭക്ഷണം അതോ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം തടയാൻ പോണേ. വേറെ 100 വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് പോയി ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് കൃത്യമായിട്ട് മരുന്ന് കിട്ടുന്നുണ്ടോ? ആ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? ഡോക്ടർമാരുണ്ടോ? അതൊക്കെ നോക്കട്ടെ. അല്ലാണ്ട് ഒരു ചോറിന്റെ കേസും പറഞ്ഞാ അവർക്ക് കൊടുക്കാൻ പറ്റണില്ല. അതാണ് അതിന്റെ പ്രശ്നം. അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പറയുന്നത് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും പിന്നെ എന്തിനാ ഇതാണ്. പക്ഷേ ഇതുവരെ തുടങ്ങാൻ കഴിയും. അത് നടപടിയാവണ കേസാണ് സാർ. ഇതൊക്കെ ഇതിലും വലിയ വാഗ്ദാനം നമ്മൾ കേട്ടുള്ളതല്ലേ. ഇതൊന്നും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വേണ്ട മരുന്നുകളൊന്ന് മേടിച്ച് ഇവർക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക്. അത് ഏത് മന്ത്രി വന്നാലും നമ്മൾ ചെന്ന് ഞാൻ വന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിപ്പോൾ ചെയ്യണം ഇവർ ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം. അതിനൊന്നും തടയേണ്ട കാര്യമില്ല. അവരെയൊക്കെ നമുക്ക് പ്രോത്സാഹനം ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ചേട്ടൻ്റെ അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം എനിക്ക് എൻ്റെ മോന് ഒരു ആവശ്യം വന്നപ്പോൾ ഇവരെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു. പക്ഷേ ബ്ലഡ് 4 കുപ്പി വേണമായിരുന്നു. അപ്പോൾ പാർട്ടിക്കാരാണ് എനിക്ക് ബ്ലഡ് തന്നത്. 2 മതിയായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേര് വിളിച്ചോണ്ടിരിക്കുക വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി വരണ്ട. ഭക്ഷണ വിതരണേ അത് ഇനിയിപ്പോൾ അങ്ങനെ നടത്തേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നൊരു അങ്ങനെ പറയാം. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ഭക്ഷണം ഇവിടെ ഏത് ആശുപത്രിയാണ്, നമ്മുടെ ഈ കോട്ടയാണെങ്കിലും ഇവിടെ ആണെങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം, ഉച്ചയ്ക്കാണെങ്കിലും മെഡിക്കൽ കോളേജിലും ഇങ്ങനെ ഡിവൈഫൈ ചെയ്യും. ഞാൻ കോട്ടയംകാരനാണ്, എനിക്കറിയാം. എൻ്റെ വീട് വയ്ക്കുവാണ്. ഷമ്മി, ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാന്ന് തോന്നുന്നു. ആളുകൾ അത്ര കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ പേരിൽ ഒരു തരത്തിലും രാഷ്ട്രീയം കലർത്തരുത്. ഇത് മുടക്കാൻ നോക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല. ഭക്ഷണത്തിന് അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് വളരെ ആശ്വാസപൂർവ്വം സന്തോഷപൂർവ്വം ഈ ഡിവൈഫൈ വിതരണം ചെയ്യുന്ന പൊതിച്ചോറുകൾ അവർ ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരുമൊക്കെയാണ്. പലപ്പോഴും അവർക്ക് വേണ്ടിയാണ് ഇവർ ഇവിടെ വന്ന് ഇത് വാങ്ങിപ്പോകുന്നത്. കൃത്യസമയത്ത് 12 മണി കഴിയുമ്പോൾ ഇവിടെ ആളുകൾ നിൽക്കുകയാണ് ഈ ഭക്ഷണവും കാത്ത്. അത് കൃത്യസമയത്ത് അവർ വരുന്നു. നേരത്തെ ഡിവൈഫൈ നേതാക്കൾ തന്നെ പറഞ്ഞു ഇതുവരെ തികയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എത്ര പേർക്കാണെങ്കിലും അത്രയും പേർക്കുള്ള ഭക്ഷണം അവർ കൊണ്ടുവരും. ഇനിയും കാണാം ഈ ഒരുപാട് പേർ ഇതിനകം തന്നെ വാങ്ങിപ്പോയിട്ടും നമുക്ക് കാണാം ഈ വാഹനത്തിൽ ഇനിയും പൊതിച്ചോറുകൾ ബാക്കിയായി നിൽക്കുകയാണ്. അപ്പോൾ എത്ര പേർ വന്നാലും അവർക്കെല്ലാം സുലഭമായി വിതരണം ചെയ്യാനുള്ള അവരുടെ ഒരു നേരത്തെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം ഈ വാഹനത്തിൽ അവർ ഉണ്ട്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ 17 വർഷമായി ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി പൊതിച്ചോറ് വിതരണം വളരെ കൃത്യമായി അവർ വിതരണം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഈ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്ഥാനം ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഡിവൈഫൈയുടെ പൊതിച്ചോറ് വിതരണം ഒന്നും നടത്തേണ്ടതില്ല, അത് തടയും എന്നൊക്കെ അദ്ദേഹം അല്പം കടത്തി പറയുകയുണ്ടായി. എന്താണ് ഡിവൈഫൈയുടെ പ്രതികരണം? എന്താണ്
ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ഇന്നലെ അത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത് സർക്കാർ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി ആളുകൾക്ക് ഈ സൗകര്യം കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമേ ഉള്ളൂ. അത് ചെയ്താൽ അത് നല്ല കാര്യം. പക്ഷെ അത് ചെയ്യാത്തിടത്തോളം കാലം ഡിവൈഎഫ്ഐ ഈ പ്രവൃത്തി ചെയ്യും. എത്രയോ മനുഷ്യരാണ് ഇവിടെ ഒരു ദിവസം ഏകദേശം 1500-ലധികം ആളുകൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് ഈ എറണാകുളം മെഡിക്കൽ കോളേജിൽ വന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരുപാട് പേരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഡിവൈഎഫ്ഐയുടെ ഈ വാഹനവും അതിൻ്റെ കൊടിയൊക്കെ കിട്ടി ഈ വണ്ടി വരുമ്പോഴേക്കും അവർക്ക് അറിയാം. ഇപ്പോൾ കൊടിയാണ് ഇവർക്ക് അലർജിയെങ്കിൽ ഈ വണ്ടി ഇങ്ങോട്ട് കയറുമ്പോൾ അതിൽ ആ കൊടി കാണുമ്പോൾ ആ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിലുള്ള ഒക്കെ ആയിട്ടുള്ള വണ്ടി വരുന്നുണ്ട്. അതൊരു അടയാളമാണ്, അവരുടെ ഒരു പ്രതീക്ഷയാണ് ആ കൊടി. അത് അവർക്ക് അലോസരമായിരിക്കും, പക്ഷേ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയും ആവേശവും ആശയവും ആശ്രയ കേന്ദ്രവുമാണ് ഈ പതാകയൊക്കെ. അതുകൊണ്ട് ഇത് തുടരും. നേരത്തെ ശ്രദ്ധിച്ചതേ ഇവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ഇനി ഇത് എല്ലാവർക്കും തികയോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും വേണ്ടത് കിട്ടിയ ഇനിയും ഭക്ഷണമുണ്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും എന്നുള്ളതാണ്. ഭക്ഷണം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇനിയും കുറേയധികം ആളുകൾ വരും. ഇന്ന് ഞങ്ങൾ വളരെ നേരത്തെയാണ്, കാരണം സാധാരണ ഒരു 12:30 കൂടിയാണ് ഇവിടെ പൊതുവെ എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും എല്ലാവരും വരും. പക്ഷെ ഇന്ന് നമ്മൾ ഇത്തിരി നേരത്തെ ഇവിടെ വന്നു. ആളുകളെല്ലാം ഇനിയും വരും. ഇതെല്ലാം പൂർണ്ണമായി ഇവിടെ തന്നെ കൊടുത്ത് ഒരു ഭക്ഷണം പോലും ഞങ്ങൾക്കിത് തരുന്ന ആളുകളോടുള്ള ഒരു കടപ്പാടുണ്ട്. ഇത് കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഇത് മുഴുവൻ ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം വിതരണം ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കിടപ്പ് അനാഥരായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ പരസഹായമൊന്നും ഇല്ലാതെ ബന്ധുക്കളൊന്നും ഇല്ലാതെ കിടക്കുന്ന കുറേ രോഗികളൊക്കെ ഉണ്ട്. അവർക്കും പ്രത്യേകമായി പാക്ക് ചെയ്ത് എത്തിച്ചു കൊടുക്കും. അതിന് ഇവിടുത്തെ ജീവനക്കാരൊക്കെ വന്ന് അതും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടെയാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. നമ്മളത് നേരിട്ട് കാണുകയുണ്ടായി. അത് ഈ വിശപ്പിൻ്റെ വില അറിയുന്നവർക്ക് ആണ് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. കോൺഗ്രസിൻ്റെ ആളുകൾക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് കൂടി ശരിയാണ് അഡ്വക്കേറ്റ് ബിപിൻ വർഗീസ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്ഥാനം ശ്രദ്ധിച്ച് കാണും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നും ആവർത്തിച്ചു, ഒരു കാരണവശാലും പൊതിച്ചോറൊന്നും ഡിവൈഎഫ്ഐ ഒന്നും ഇവിടേക്ക് കൊണ്ടുവരണ്ട, അതിലൊരു അങ്ങനെ ഒരു കൊടി വെച്ചൊന്നും ഇവിടെ വിതരണം ചെയ്തത് തടയും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഡിവൈഎഫ്ഐ നടത്തുന്ന ഹൃദയപൂർവ്വം പൊതിച്ചോറിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പൊതിച്ചോറ് ഡിവൈഎഫ്ഐ ഇനിയും കേരളത്തിൽ 78 കേന്ദ്രങ്ങളിലായിട്ട് ഒരു ദിവസം 50,000-ഓളം അടുത്ത് മെഡിക്കൽ കോളേജിലും വിവിധ ആശുപത്രികളിലുമായിട്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും കൊടുക്കും. ഇവിടെ പൊതിച്ചോറ് വാങ്ങിപ്പോകുന്ന അമ്മമാരുടെയും സഹോദരിമാരുടെയും മറ്റുള്ളവരുടെയും സന്തോഷവും അവരുടെ മുഖവും കണ്ടാൽ തന്നെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്ന ഈ പൊതിച്ചോറ് ഏതോ വൈരാഗ്യം പോലെയാണ് ആരോഗ്യമന്ത്രിയും UDF ഗവൺമെൻറ്റും നോക്കിക്കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളത്. സർക്കാർ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ അങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുത്ത് കാണിക്കട്ടെ. അങ്ങനെ കൊടുക്കുന്നൊരു ഘട്ടം വന്നാൽ ഡിവൈഎഫ്ഐ ആ രീതിയിൽ പരിശോധിക്കാം. പക്ഷേ അതുവരെ അല്ലെങ്കിൽ ഈ സംവിധാനം രൂപപ്പെടുന്നവരെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും പൊതിച്ചോറ് കൊടുക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ നോക്കിക്കാണുന്നത്. അതിനുള്ള എല്ലാ ശ്രമവും ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റികൾ വഴി ഒരു ദിവസം പോലും മുടങ്ങാതെ മഹാപ്രളയവും കോവിഡും അതുപോലെ തന്നെ വ്യാധികളും ഒക്കെ ഉണ്ടായ ഘട്ടത്തിൽ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച ഡിവൈഎഫ്ഐക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് പൊതിച്ചോറ് കൊടുക്കാൻ കഴിയും. ഈ ക്യൂവിൽ നിൽക്കുന്ന സ്ത്രീകളുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും നിറഞ്ഞ മനസ്സാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ കണ്ടതനുസരിച്ച് ഇപ്പോൾ പൊതിച്ചോറ് വിതരണം എന്നതിലുപരിയായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ കണ്ടത് ഓണത്തിന് സദ്യ വരെ ഡിവൈഎഫ്ഐ ഒരുക്കി നൽകുന്നുണ്ട്. അതിനാണ് ഒരു തടയിടാൻ നോക്കിയത് എന്നുള്ളതാണ്. എന്താണ് അവർക്ക് ഈ കൊടിയോടുള്ള അലർജിയാണോ ഈ പ്രശ്നം? അത് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെ പൊതിച്ചോറിൻ്റെ ഭാഗമായിട്ട് മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവിധ വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു സന്ദേശമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് കൊടുത്തുവിടുമ്പോൾ ആ പൊതിച്ചോറ് കൊടുത്തുവിടുന്ന ഒരാൾ പോലും അവരിത് ആരാണ് കഴിക്കുന്നതെന്ന് അവർക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത, നാളെ കണ്ടുമുട്ടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ആളുകളാണ് കഴിക്കുന്നത്. അവരുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ ലിംഗമോ അല്ലെങ്കിൽ മറ്റു വശങ്ങളെല്ലാം പരിശോധിച്ചിട്ടല്ല അവർ കൊടുക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്.
അതിൽ DYFI എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ DYFIയുടെ ശുഭ്രപതാക കാണുമ്പോൾ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ബേജാറാവുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു വികലമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓണസദ്യ ഈ പ്രാവശ്യവും DYFIയുടെ ജില്ലാ കമ്മിറ്റിയും അതിന് നേതൃത്വം കൊടുക്കുന്ന കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയും എല്ലാം പഴയതിലും വ്യത്യസ്തമായി നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഓണാഘോഷ സദ്യ കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള തുടർ നടപടികൾ നടന്നു വരികയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി വേറൊരു യോഗത്തിലായിരുന്നു, അദ്ദേഹം കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു വശങ്ങൾ അദ്ദേഹം കൂടി പറയും. ജില്ലാ സെക്രട്ടറി നിഖിൽ ബാബു കൂടി ചേരുകയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ട ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണമൊക്കെ ഉണ്ട്. ആരോഗ്യമന്ത്രി എന്ത് പറയുന്നതൊന്നും അവർക്ക് വിഷയമില്ല. അവർ പറയുന്നത് DYFI ചെയ്യുന്ന വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ തുടരും അല്ലേ? തീർച്ചയായിട്ടും DYFI ഈ പ്രവർത്തനം ഏറ്റെടുത്തപ്പോൾ 8 വർഷങ്ങൾ ആവുകയാണ്. വളരെ സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിച്ചിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. DYFI സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാമ്പയിൻ കൂടിയാണ്. ഒരുപക്ഷെ കെ മുരളീധരൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അവരുടെ യുവജന സംഘടനയ്ക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു ക്യാമ്പയിൻ മറ്റാരും നടത്തേണ്ടതില്ല, അങ്ങനെ ഒരു അംഗീകാരം വേറൊരു യുവജന സംഘടനയ്ക്കും ലഭിക്കേണ്ടതില്ല എന്നുള്ള ദുഷ്ടലാക്കിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്നുള്ള സ്വാഭാവികമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ഇവിടെ ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ശരാശരി ഒരു ദിവസം 1500-നും 2000-നും ഇടയിൽ പൊതിച്ചോറുകൾ DYFI വിതരണം ചെയ്യുകയാണ്. അത് മഹാപ്രളയമുണ്ടായ കാലത്ത് പോലും മുടങ്ങാതെ, ഒരു ദിവസം പോലും മുടങ്ങാതെ DYFI വിവിധ മേഖലാ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിക്കൊണ്ട്, അത് പുറത്ത് കാണുമ്പോൾ DYFIക്കാർ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിക്കുന്നല്ലേ, മറ്റ് വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ കൊടുക്കുന്ന പ്രവർത്തനമല്ലേ എന്നൊക്കെ പരിഹസിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്ന ആളുകൾ. പക്ഷേ അതിൻ്റെ പിന്നിലെ DYFI പ്രവർത്തകൻ്റെ അധ്വാനം കൂടി കാണുന്നില്ല. ഇത് മേഖലാ കമ്മിറ്റികൾ യോഗം ചേർന്ന്, കൃത്യമായി യൂണിറ്റുകൾ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസുകളുമായിട്ട് വീടുകൾ കയറി ഇന്ന ദിവസം ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങളുമായി സഹകരിക്കണം എന്നാവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുടെയും എല്ലാ മതവിശ്വാസികളുടെയും അങ്ങനെ ഒരു വ്യത്യസ്തത, ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലാ വീടുകളും കയറിയാണ് നമ്മൾ ഈ പൊതിച്ചോറുകൾ ശേഖരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തീരെ കുറച്ച് കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. ആളുകൾ ഇതിനെ സന്നദ്ധരാക്കണം, അവരിതിന് തയ്യാറാവണം, അത് അവിടെ നിന്ന് കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കണം. അതിന് പിന്നിലൊക്കെ വലിയൊരു അധ്വാനം കഴിഞ്ഞ 17 വർഷമായിട്ട്. അതെ തീർച്ചയായിട്ടും വലിയൊരു അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇത് 3 ഘട്ടങ്ങളിലായിട്ട് ഈ നിരവധി വീടുകളിൽ DYFI പ്രവർത്തകർ സന്ദർശിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം വിജയിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു അറിയിപ്പ്, ഇന്ന ദിവസമാണ് ഈ പൊതിച്ചോറ് ശേഖരിക്കാൻ ഞങ്ങൾ വരുന്നത് എന്നുള്ളതിൻ്റെ അറിയിപ്പ് കൊടുക്കും. പിന്നെ തലേ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കും. പിറ്റേ ദിവസം രാവിലെ DYFIയുടെ പ്രവർത്തകർ പൊതിച്ചോറ് ശേഖരിക്കാൻ വേണ്ടി എല്ലാ വീടുകൾക്കകത്തും കയറും. ഇതൊക്കെ അങ്ങനെ ഒരു തീരെ കുറച്ച് കാണേണ്ടുന്ന ഒരു പ്രവർത്തനമല്ല. അല്ലെങ്കിൽ മറ്റെല്ലാ യുവജന സംഘടനകൾക്കും ഈ മാതൃകയിൽ ചെയ്യാൻ വേണ്ടി കഴിയുമല്ലോ. അത് ആരും ഏറ്റെടുത്ത് വിജയകരമായിട്ട് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യവുമില്ല. DYFI മാത്രമാണ് ഇത് ചെയ്യാമുള്ളൂ എന്നുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇത് ആരോഗ്യമന്ത്രി കാര്യം സൂചിപ്പിച്ചേ, ഇതിപ്പോൾ ആശുപത്രിയുടെ കാര്യങ്ങൾ മന്ത്രിക്കാണ് അതിൻ്റെ അധികാരം. അപ്പോൾ ഇനി ഇതിങ്ങനെ തുടർന്നാൽ തടയും എന്നൊക്കെ പറയുന്ന തരത്തിൽ എന്താണ് അതിന് ഒരു മറുപടി? DYFI കൊണ്ടുവരുന്ന പൊതിച്ചോറ് വാങ്ങിക്കഴിക്കാൻ ഇവിടെ വിശന്നിരിക്കുന്ന മനുഷ്യരുള്ളിടത്തോളം കാലം DYFI ആ പ്രവർത്തനം ഏറ്റെടുക്കും. അതാണ് DYFIക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ DYFI കൊണ്ടുവരുന്ന പൊതിച്ചോർ അതിവിടെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ അടക്കമുള്ള അന്തർദേശീയ പത്രങ്ങളടക്കം ഇവിടെ വരികയും DYFIയുടെ പ്രവർത്തനത്തെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രവർത്തനം DYFI മുന്നോട്ട് വച്ച ഒരു മഹത്തായിട്ടുള്ള ആശയം ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ തീട്ടൂരത്തിന് മുന്നിൽ അവസാനിപ്പിക്കാൻ DYFI ഉദ്ദേശിക്കുന്നില്ല. DYFI കാണുന്നത് ഇവിടെ ഈ വിശന്നിരിക്കുന്ന മനുഷ്യർ, അതല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ വന്നിട്ടുള്ള രോഗികൾ, കൂട്ടിരിപ്പുകാർ, അങ്ങനെ പല രീതിയിൽ പ്രയാസപ്പെടുന്ന മനുഷ്യർ, അവർക്കൊരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയാണ് DYFI പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ മനുഷ്യർ വരുന്ന DYFI പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാലത്തോളം DYFI പ്രവർത്തനം തുടരും. പിന്നെ കാണേണ്ട മറ്റൊരു കാര്യം, DYFI ഇത് പൊതിച്ചോറ് വിതരണം മാത്രമായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമല്ല. ഇതിൻ്റെ ഭാഗമായിട്ട് DYFI എല്ലാ ദിവസവും 10 വളണ്ടിയർമാർ ഇവിടെ രക്തം കൊടുക്കണം. അതിന് കൂടുതൽ ആവശ്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ അതിന് DYFIയുടെ പ്രവർത്തകർ എത്താറുണ്ട്. അപ്പോൾ ഈ കേവലം ഉച്ചഭക്ഷണ വിതരണം എന്നുള്ളതിനപ്പുറത്തേക്ക് മഹത്തായിട്ടുള്ള രക്തദാനത്തിൻ്റെ മാതൃക കൂടി തീർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കകത്തും നടക്കുന്നു. നിരവധിയായിട്ടുള്ള ജില്ലാ ആശുപത്രികൾക്കകത്ത്, താലൂക്ക് ആശുപത്രികൾക്കകത്ത് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്ഷണം, അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ എത്ര വരുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇങ്ങനെ ഈ സാമൂഹ്യ അടുക്കള, കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറയുന്നതല്ല. തൽക്കാലം ഈ DYFIയുടെ പ്രവർത്തനം, ഇങ്ങനെ അംഗീകാരം ലഭിച്ച ഒരു പ്രവർത്തനം അവസാനിപ്പിച്ച് ഈ പാവങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടിയൊരു താൽക്കാലികമായിട്ട് UDFിൻ്റെ പല അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ പെരുവഴിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ DYFI കാണാൻ വേണ്ടി കഴിയൂ. അതാണ് ഷമ്മി, ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആളുകളുടെയും പ്രതികരണം കേട്ടു. DYFI നേതാക്കളും അവരുടെ നിലപാട് വ്യക്തമാക്കി. വളരെ കൃത്യമായി തന്നെ ഈ
പൊതിച്ചോറ് വിതരണം ഇനിയും തുടരും, ഇന്നും തുടരും, വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഷമ്മി. തീർച്ചയായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്വയം ഈ വിഷയത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകും. കല്ലിൽ കടിച്ച് പല്ല് കളയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രമല്ല UDFിൻ്റെയും UDF സർക്കാരിൻ്റെയും കൂടി പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിനെ വിളിച്ച് DYFI കൊടുക്കുന്നത് പോലെ എല്ലാ ദിവസവും സംസ്ഥാനത്തെ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുക, അത്രയും മനുഷ്യരുടെ കൂടി വിശപ്പ് ഇല്ലാതാകട്ടെ എന്ന് പറയാനുള്ള മാഹാത്മ്യം കാണിക്കേണ്ടതിന് പകരം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പ്രവർത്തനങ്ങളുമായി ആരോഗ്യമന്ത്രിയെ പോലെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വം ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് അവിടെ നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്.